ഇത് മോനെ പുതിയ ഡ്രസ്സാ? ഇനി എത്രയിലേക്ക് പോണത്? എത്ര ക്ലാസ്സിലേക്കാ? ഒന്നിലേക്കാ? ഒന്ന് ഗൈസ് അങ്ങനെ സ്കൂൾ തുറന്നു കേട്ടോ. സ്കൂൾ തുറന്നിട്ട് സ്കൂളിലേക്കുള്ള യാത്ര ആരംഭിക്കുകയായി. വൈറ്റ് ഡ്രസ്സാണ്. വൈറ്റ് ഡ്രസ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുക. കാരണം വൈറ്റ് ഡ്രസ്സ് ഇട്ട് പോയിട്ട് വരുന്നത് മഞ്ഞ കളർ ഡ്രസ്സാക്കിയിട്ടാണ്. അത്ര ചെറു ആൾക്കാർക്ക് ആയിട്ടാണ് അവർ വരാറ്. അവർ പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്രാവശ്യം അതിൻ്റെ മാറ്റം എന്ന് വെച്ചാൽ വെള്ള ഡ്രസ്സിന് മേലെ ഒരു കോട്ട് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് വെള്ള ഷർട്ടിന് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ LKG ആയാലും UKG ആയാലും ഇപ്പോൾ 1ാം ക്ലാസ് ആയാലാണ്. അപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന കൂട്ടുകാരന്മാർ പകുതി ആൾക്കാർ ഇപ്പോൾ വേറെ ക്ലാസ്സുകളിലൊക്കെയാണ്. അപ്പോൾ അവൻ്റെ ഒരു നല്ലൊരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അയാൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അവനും വേറെ ക്ലാസ്സിലായി. അപ്പോൾ എല്ലാ വട്ടം നമ്മൾ പഠിക്കുമ്പോഴും അതെ നമ്മളൊരു കൂട്ടുകാരന്മാരായിട്ട് നല്ലൊരു രീതിയിൽ ഒന്ന് ആസ്വദിച്ച് ഇങ്ങനെ വരുമ്പോൾ കാണാൻ പിറ്റത്തെ കൊല്ലം ക്ലാസ് മാറിയിട്ട് വരണത്. അപ്പോൾ ആ കൂട്ടുകാരന്മാർ അങ്ങോട്ട് പോകും, പിന്നത്തെ കൊല്ലം ചിലപ്പോൾ ഇങ്ങോട്ട് വരും. അപ്പോൾ അങ്ങനെ ഒരു സിസ്റ്റമാറ്റിക് ഉണ്ട്. ശരിക്കും ആ ഒറ്റ ക്ലാസ് അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ കുഴപ്പമില്ല. കാരണം ആ ഒരു കൂട്ടുകെട്ട് അങ്ങനെ നിന്ന് പോകും. നമ്മൾ ഒറ്റ ക്ലാസ് ആകുമ്പോൾ ഒരു രസമാണ് ആ കൂട്ടുകെട്ട് കൂടെ അങ്ങോട്ട് യാത്ര അങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ. അവിടെ ഡാൻസ് അല്ല പഠിക്കാനാണ് പോകേണ്ടത്, മനസ്സിലായോ? അതുപോലെ തന്നെ പഴയ ബാഗ് പൊളിഞ്ഞു, മേടിച്ച് തരില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ പറ്റിച്ചിട്ടുണ്ട്. ഞാൻ പുതിയ ബാഗ് മേടിച്ചിട്ടുണ്ട്. ഒരു സർപ്രൈസ് ഉണ്ട് കേട്ടോ. ബാഗ് മേടിച്ച് തരാൻ പറഞ്ഞിട്ട് ഞാൻ ബാഗ് മേടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കാറിൽ വെച്ചിരിക്കുകയാണ്, രാവിലെ പോകുന്ന സമയത്ത് കൊടുക്കാൻ വെച്ചിട്ട്. അപ്പോൾ കുറേ പഴയ ബാഗ് ഇത്തിരി കീറിയുണ്ട്. അപ്പോൾ ഞാനത് കൊണ്ടൊക്കെ വേറെ ബാഗ് മേടിക്കാനില്ല അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നിൽക്കിയിരുന്നു. ഞാനൊരു പുതിയ ബാഗ് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അതവന് കൊടുക്കാം. പുതിയ ബാഗ് മേടിച്ചു തങ്കത്തിന്. ഗൈസ് ആ ബാഗ് കിട്ടിയതിൽ വലിയ സന്തോഷമാണ് കേട്ടോ. അതുപോലെ തന്നെ അതിൻ്റെ സ്പൈഡർമാന് ഭയങ്കര ഇഷ്ടമാണ്. സ്പൈഡർമാനെ ബാഗ് മോന് കിട്ടായാ? അച്ഛൻ മേടിച്ചാണ് മോനിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ മനസ്സിലായില്ലേ? കുറച്ച് ദിവസം മുന്നേ മേടിച്ച് വെച്ച ബുക്ക് മേടിച്ച് ചട്ട മേടിച്ച വന്നു. അച്ഛൻ വണ്ടിയിൽ വെച്ചിരിക്കുന്നു മോനെ ഷർപ്പേക്കിട്ട്. അങ്ങനെ പഴയ ബാഗിൽ നിന്ന് സാധനങ്ങളൊക്കെ എടുത്തിട്ട് പുതിയ ബാഗ് വെക്കുകയാണ്. കാരണം ഞാനത് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ആ ബാഗിലെല്ലാം സെറ്റാക്കി വെച്ച്. മോന് സ്പൈഡർമാൻ അല്ല ഇട്ടോ, അതാണ് അച്ഛൻ സ്പൈഡർമാനെ മേടിച്ചത്. ഇത് കീറിട്ടാ നീ 2 കൊല്ലത്തിന് വേറെ ബാഗില്ലേ? ആ തന്നെ കീറിയതല്ലേ? അത് പെൻസിലൊക്കെ അങ്ങനെ ഇട്ടിട്ടാണ്, അത് കുത്തിയിട്ടാണ്, അത് ബോക്സിലിട്ട് വെക്കണ്ടേ. പെൻസിലിന്റെ മോനെ കുത്തിയിട്ടാണ് ബാഗ് കേടാവണേ. അപ്പം എല്ലാം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മനസ്സിലാക്കിയില്ല ആ നേരത്തേക്ക് തന്നെ. എന്തായാലും അമ്പലത്തിലൊന്നും പോകാൻ പറ്റില്ല. അപ്പോൾ വീട്ടിൽ തന്നെ തൊഴുത് അപ്പോൾ ഇങ്ങനെ സ്കൂളിലേക്ക് പോവേണ്ട. സ്കൂൾ ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്റർ അപ്പുറമാണ്. ഒരു സെൻറ്റ് ഫ്രാൻസിസ് സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ പാലിയൂർ നമ്മൾ തൊട്ടടുത്തുള്ള തന്നെ. അവിടെയാണ് ഇപ്രാവശ്യം ക്ലാസ് മേലെയാണ്. അതായത് കഴിഞ്ഞ വട്ടം LKG UKG ഒക്കെ താഴെയായിരുന്നു, ഗ്രൗണ്ട് ഫ്ലോറിലായിരുന്നു. ഇപ്പോൾ തൊട്ട് മേലെയായി, അങ്ങോട്ട് മാറി. അതുപോലെ സ്കൂളിൽ വെൽക്കം ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ക്ലാസ്സിലേക്ക് മേലെ ഞാൻ തന്നെ കൊണ്ടാക്കി. ഫസ്റ്റ് ദിവസമല്ലേ, ക്ലാസ് അവർക്ക് അറിയില്ല. അപ്പം മേലെ കൊണ്ടാക്കി ക്ലാസ്സിലേക്ക് യാത്രയായി. അപ്പോൾ മറ്റു കുട്ടികളൊക്കെ കയറി പോകുന്നുണ്ട്. ഇവൻ്റെ നേരത്തെ പറഞ്ഞ പോലെ കുറേ കൂട്ടുകാരന്മാരുടെ അപ്പുറത്തെ ക്ലാസ്സിലാണ്, B ക്ലാസ്സിലാണ്. ഇപ്പുറത്ത് കുറച്ച് കുട്ടികളുണ്ട് A ക്ലാസ്സിൽ. അപ്പോൾ ടീച്ചർ പേരൊക്കെ ചോദിച്ച് പേരൊക്കെ പറഞ്ഞു കൊടുത്തു. നോക്കുമ്പോൾ ആൾക്ക് ഫ്രണ്ടിൽ കുട്ടികളൊക്കെ എല്ലാവരും വന്നു. നമ്മൾ എത്തിയതിന് ബെല്ലടിച്ചിട്ടില്ല, എന്നാലും നേരം വൈകി. മറ്റുള്ളവരൊക്കെ നേരത്തെ വന്ന കാരണം ബാക്ക് ബെഞ്ചിലാണ്. ബാക്ക് ബെഞ്ചിൽ നിന്ന് അവന് ഫ്രണ്ട് ബെഞ്ചിലേക്ക് എത്താനുള്ള എല്ലാവിധ കഴിവുണ്ടാവട്ടെ എന്ന് നമ്മൾ ആശംസിക്കുകയാണ്. മുന്നോട്ട് വരട്ടെ. ക്ലാസ്സിലിങ്ങനെ മാറി വരും. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ പുറത്തിരിക്കണമെന്ന് നോക്കണം, ബാക്കിലിരിക്കണമെന്ന് നോക്കണ്ട. ഏറ്റവും പുറകിൽ ഒറ്റയ്ക്കാണ്. ഇനി വേറെ പിള്ളേർ വരുമ്പോൾ കൂടെ വേറെ ആരെങ്കിലും ഞങ്ങളുടെ ഇങ്ങോട്ടൊക്കെ മിക്സ് ആകുമ്പോൾ പുതിയ കൂട്ടുകെട്ടും കാര്യങ്ങളൊക്കെ വരുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഫസ്റ്റ് ഡേ എത്രയേ ഉള്ളൂ. ടാറ്റാ.